ഹലോ ഗൈസ്, നമ്മൾ വണ്ടി മേടിച്ചിട്ടൊരു 2-3 ദിവസമായിട്ടുണ്ട്. വണ്ടി ഏകദേശം ഒരു 201 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ പറയാവുന്നതാണ്. നിങ്ങൾ മലയാളികളാണ് കാണുന്നതെങ്കിൽ എന്തായാലും മലയാളത്തിൽ കമൻറ്റ് ചെയ്ത് ഇതാക്കാൻ ശ്രമിക്കുക. അതായത് ഹിന്ദിയിൽ കുറേ നമുക്ക് വ്യൂവേഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഹിന്ദിക്കാരാണ് കാണുന്നതെങ്കിൽ ഹിന്ദിയിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. അപ്പോൾ അതുപരമായിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു വണ്ടീനെ പറ്റി. ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊന്നും ചെയ്യാതെ പോയി നേരെ ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് എടുത്തതാണ്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ നമ്മൾ റൈഡിങ്ങിൻ്റെ ഒരു എർഗണോമിക്സാണ്, അത് അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഒട്ടിക്കൊക്കെ ഇച്ചിരി പുറകോട്ടാണ്. അടിപൊളി പ്രീമിയം ലുക്കാണ് കേട്ടോ ഈ ഒരു ഒട്ടിക്കിന്. പിന്നെ ഹാൻഡിൽ അങ്ങനെ കുഞ്ഞ് കിടക്കുന്ന പോലൊന്നുമല്ല, എന്നും പറഞ്ഞ് കണ്ടമാനം അഡ്വഞ്ചർ മോഡലും അല്ല, ഒരു ചെറിയ സ്പോർട്ടി ടൈപ്പാണ്. പിന്നെ വണ്ടിയുടെ മൈലേജ് ഇപ്പോൾ 201 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഞാൻ ഏകദേശം 490, 500, 980, 1270 രൂപയുടെ എങ്ങാണ്ട് എണ്ണ അടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും വണ്ടിക്കകത്ത് 201 കിലോമീറ്ററായി. 1280 അങ്ങനെ ആ റേഞ്ചിനാണ് എണ്ണ അടിച്ചത്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു സംഭവം കാണുന്നില്ലേ, ഇത് ഫേക്കാണ്. ഇത് 320 കിലോമീറ്റർ ഓടുകയൊന്നുമില്ല. 201 കിലോമീറ്റർ ഓടുകയും ചെയ്ത്. മൈലേജ് എന്ന് പറയുമ്പം ഈ വണ്ടിക്കകത്ത് മൈലേജ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. 30 പോലും ഇല്ല. അതാണ്. അല്ലെ പിന്നെ 1300 രൂപയുടെ അടുപ്പിച്ച് പെട്രോൾ അടിച്ചിട്ട് 201 കിലോമീറ്റർ ആയതേ ഉള്ളൂ. അതുമാത്രമല്ല, ഇത് നമ്മൾ ഫ്യൂവൽ പമ്പ് കംപ്ലൈൻ്റ് ആകുന്നതുകൊണ്ട് മിനിമം 2 ലിറ്റർ CP വേണം. എന്തായാലും വണ്ടി ഞാൻ ഓഫ് ചെയ്യാം. വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലുക്ക് ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഞാൻ വീട്ടിൽ വണ്ടി വെച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പെരയുടെ വെളിയിലോട്ട് പോലും ഇറങ്ങുന്ന ടീമല്ല. നമ്മൾ വീടിൻ്റെ അടുത്തെല്ലാം ഇങ്ങനെ ചുറ്റും വീടുള്ളതുകൊണ്ട് ഞാൻ പെരയ്ക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിപ്പാണ് പരിപാടി. പക്ഷേ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വണ്ടിയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ പുറകിലത്തെ ഫുഡ് പിക്ക് ഇത് തന്നെ കാണാൻ അടിപൊളിയാണ്. ക്യാമറയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു ഫുഡ് പിക്ക് കണ്ടോ, ഇതുവരെ ഭയങ്കര പ്രീമിയമാണ്. കുറേ കാര്യങ്ങൾ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ് ഉൾപ്പെടുത്തി വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ പല കാര്യങ്ങളും മറന്നുപോയി. നമ്മുടെ അവിടെ ചെറിയൊരു ഫാമും പോലെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടോട്ട് വന്നതാണ്. ഇപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, എന്താണെന്ന് ഒരു പിടിയില്ല. തരം കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയത്തില്ല, ഫാമിൻ്റെ ആരേലും ആണോ എന്തോ. ഈ വീട്ടിലിങ്ങനെ ഇരുന്ന് ഒരു മടിയായി. പിന്നെ വണ്ടീൻ്റെ വീഡിയോ കാര്യങ്ങൾ ഓണർഷിപ്പ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പിന്നെ വണ്ടിയുടെ ഈ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ ടയർ അത്യാവശ്യം കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റും. എന്നാലും നല്ല ടയറൊന്നുമല്ല. MRFൻ്റെ ഒരു സ്റ്റീൽ റേസർ എന്ന് പറഞ്ഞൊരു ടയറാണ്. ഗ്രിപ്പോ കാര്യങ്ങളൊന്നുമില്ല. കോൺഫിഡൻസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ കോണറിയെ. വണ്ടിയുടെ എക്കണോമിക്സ്. പിന്നെ ഇവിടെ ഈ ഒരു സാധനം കണ്ടോ, ഇവിടെ എല്ലാം കുറേ സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ഇലക്ട്രോണിക് പരമായിട്ടുള്ള വയറിങ്. ഇതാണ്ട് ഇവിടെ സെൻസർ സാധനങ്ങൾ, ഈ ഷോക്കൊക്കെ കേട്ടോ. ഇത് വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ ഈ സ്റ്റിക്കർ അധികം ഗുണമില്ലാത്ത സ്റ്റിക്കറാണ് കേട്ടോ. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ സ്റ്റിക്കറില്ലേ, നമ്മൾ ചെറിയ കടയിൽ പോയി 50 രൂപ 100 രൂപയ്ക്ക് മേടിച്ചൊട്ടിക്കുന്ന സൈസ് ഒരുമാതിരി തൊലിഞ്ഞ സ്റ്റിക്കർ. ഈ വണ്ടി ഉണ്ടല്ലോ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് പോലെ അല്ല. ഇത് നമ്മൾ ഇത്രയും ഇങ്ങനെ വന്ന് നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, വണ്ടി ഭയങ്കര ലുക്കാണ് കേട്ടോ. ഭയങ്കര സൈസും ഉണ്ട്. ഈ ടാങ്കൊക്കെ കണ്ടോ, ഫ്രണ്ടിലത്തെ ലുക്ക് കാണണം. ഫ്രണ്ടിലത്തെ ഈ ഒരു ലുക്കാണ് കേട്ടോ. ഈ ഒരു ലുക്ക് അടിപൊളി ലുക്കാണ് കേട്ടോ.
അവിടെ എന്തോ വീടെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. മുടി വെട്ടാനൊന്നും മെയിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങോട്ട് വന്നിട്ട് ചെറിയൊരു വീഡിയോ കൂടെ ചെയ്യാന്ന് വെച്ച്. എനിക്ക് ഈ വണ്ടിക്കകത്ത് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇത് 3-4 വർഷമായി ഈ വണ്ടി ഇറങ്ങിയപ്പോൾ. അപ്പോൾ 3-4 വർഷമായി വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ ആ ടൈമിൽ ഈ ഇൻ്റർനാഷണൽ ടൈപ്പ് ഡ്യൂക്ക് 250 ഓറഞ്ച് വരുന്ന അതിൻ്റെ ഈ ടെയിൽ തടിയെല്ലാം മാറ്റിയിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടുത്തെ ലുക്ക്, ഈ ഒരു ലുക്ക് ഇങ്ങനെ, ഈ ഒരു ലുക്ക് കാണാൻ ഒടുക്കത്തെ ഒരു സാധനമാണ് കേട്ടോ. ഈ സാധനം മാറ്റണം. ഒരുമാതിരി ഒരു മീനിൻ്റെ മുള്ളു പോലൊക്കെ വല്ലാണ്ട് ഭയങ്കര രസമാണ്. ഞാൻ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. വീഡിയോ വ്യൂസ്, ലോങ് വീഡിയോയ്ക്ക് നമുക്ക് വ്യൂസേ ഇല്ല. പിന്നെ അപ്പോൾ എന്തിന് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. അഥവാ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടേന്ന് വെച്ചാൽ നമ്മളെന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു വണ്ടീനെ പറ്റി. വണ്ടി അടിപൊളിയാണ് ഓടിക്കാനൊക്കെ. സൗണ്ട് അത്ര പോരാ. എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് ഇത് ചെറിയ ഈ സാധനത്തിന് കണ്ടമാനം നീളമുണ്ട്. ഇപ്പം ഞാൻ 2-3 ദിവസം കണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അവൻ പറയാം അഡ്വഞ്ചർ പോലൊക്കെ തോന്നുന്നു, ഇങ്ങനെ നീളം ഉണ്ടാകും. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് വണ്ടി ഫുള്ള് നോക്കുവാണെങ്കിൽ ഫുള്ള് അടിപൊളിയാണ്. പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്, പിന്നെ ഇവിടെ ഡ്യൂക്കിൻ്റെ 200-നായാൽ തന്നെ ഇവിടെ ഒരു റേഡിയേറ്ററിൻ്റെ കൗളിങ്ങനെ വരും. 390 ഡ്യൂക്കിനുണ്ട് അത്, പക്ഷേ ഈ 250-ക്കില്ല. പിന്നെ ബ്രേക്കിംഗ് എന്നൊക്കെ പറയുമ്പം ഒരു രക്ഷയില്ലാത്ത ഹബ്ലെസ് ആയിട്ടുള്ള 4 പിസ്റ്റൺ ബ്രേക്കാണ് കേട്ടോ. NS 200 അല്ല, NS 400-നെക്കാട്ടി ബെറ്റർ ബ്രേക്കിംഗ് ആണ്. അതിന് 2 പിസ്റ്റൺ കാലിപ്പറാണ്, ഇത് 4 പിസ്റ്റൺ ആണ്. അതുമാത്രമല്ല ഈ ഡ്യൂക്ക് 250-യും ഡൊമിനർ പൾസറിൻ്റെ NS 400-ഉം വില കൂടുതൽ ഒന്നുകൂടെ ഇതാണ് കേട്ടോ. പിന്നെ അതിനെന്ന് പറയുമ്പം അത് നല്ല പവർഫുൾ വണ്ടിയാണ്, അടിപൊളിയൊക്കെയാണ്. പക്ഷേ ഒന്നുകൂടെ പ്രീമിയം സാധനം എന്തായാലും ഇത് തന്നെയാണ്. ഇച്ചിരി CC ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചെറിയ വ്യത്യാസമല്ല, ഈ വണ്ടി ഇച്ചിരി CC ഇത് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. പക്ഷേ എന്തായാലും എൻ്റെ കയ്യിൽ ഓൾറെഡി വേറൊരു വണ്ടിയുണ്ട്, പൾസറിൻ്റെ 180. ഞാൻ അത് ഇതാക്കിയിട്ടാണ് ഇതെടുത്തത്. പിന്നെ 390 എടുക്കുവാണെങ്കിൽ നല്ലതാണ്, അതും മൈലേജൊക്കെ നല്ല ഇതാണ്. പക്ഷേ പവർഫുൾ സാധനമാണ്. അതിനാണെങ്കിൽ കുറേ സംഭവങ്ങൾ വരും. ഇവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ വരും. ബാക്കിലത്തത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് എന്തോ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, എന്നാലും ഡ്യൂക്ക് 390-യുടെ അത്ര അഡ്ജസ്റ്റബിൾ ഇല്ല. പിന്നെ ഡ്യൂക്ക് 390-ക്ക് ആകുമ്പോൾ മറ്റേ ട്രാക്ഷൻ കൺട്രോള്, കോർണറിങ്, പിന്നെ വേറെ കുറേ ഈ സാധനങ്ങളെല്ലാം ഞാൻ പഠിച്ചില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പം 390-ക്കകത്ത് അതിലും കൂടുതൽ സാധനമുണ്ട്, കൂടുതൽ ഐറ്റംസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് 80,000 രൂപ എന്തോ ഡൗണും, മാസം 10,000 രൂപ വെച്ച് 5 വർഷത്തേക്ക് അങ്ങനെ എങ്ങാണ്ടാണ് സ്റ്റാർട്ടിങ് അടവ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഇത് എത്ര രൂപയ്ക്കാണ് ഞാൻ ഡൗൺ ഇട്ടെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, എല്ലാം മറന്നു. ഏതാണ് സംഭവം. വണ്ടി വേറെ പവർ സാധനമാണ്. ഈ ബാക്കിലത്തെ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. എല്ലാം കൊണ്ടും ലുക്കാണ്. ശരി, എന്നാൽ എന്തായാലും ഹെൽമെറ്റ് ഒന്ന് മാറ്റണം. ഇത് ഒരു 4-5 വർഷമായ ഹെൽമെറ്റാണ്. ആക്സോറിൻ്റെ അപ്പെക്സ് എന്ന് പറഞ്ഞിട്ട്, വെനമസ്, സോറി. അപ്പം ഇത് 5-6 വർഷമായതുകൊണ്ട് ഈ കളറെല്ലാം പോയതാണ്. ഇത് നല്ല സാധനമാണ്. ഓക്കെ, ശരിയാണ്. കീ ഹോൾഡറിൻ്റെ ഇത് എല്ലാം കണ്ട. ഇനി ഈ ഒരു ഇതുണ്ടാ, എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയത്ത് ഇതിപ്പം ഫോണിൻ്റെ ക്യാമറ വെച്ച് വീഡിയോ എടുക്കുമ്പം ആ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല. അതേസമയം ഏതെങ്കിലും തുനിഞ്ഞ വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ്. ഒന്നാമത്തെ കാര്യം, ഇതൊന്ന് തുണി എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് തുടയ്ക്കണമായിരുന്നെന്ന് തോന്നുന്നു. ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ iQൻ്റെ 12 ബാക്ക് ക്യാമറയെന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്തോന്നോ, വീഡിയോ റെക്കോർഡ് ആകുന്നുണ്ടോ എല്ലാം സെറ്റ് ചെയ്ത് നോക്കണം. ഇൻഡിക്കേറ്റർ ഒരു രക്ഷയില്ല. ഹസാർഡ് വരുന്നുണ്ട്, ഹസാർഡ്. ഈ വളവ്
കുറേ ആളുകൾ ഇങ്ങനെ വളവ് ഉള്ള ഭാഗത്ത് നാലും കൂടുന്ന ജംഗ്ഷനിലൊക്കെ നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഹസാഡ് ഇട്ട് പോകാറുണ്ട്. ഈ ഹസാഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ നാലും കൂടുന്ന മുക്കിൽ മറ്റേ നേരെ പോകുമ്പം ഇടാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ അല്ല. ഇത് ഇൻഡിക്കേറ്റർ ഭാഗത്ത് ഇവിടുന്നല്ല. നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങൾ വണ്ടി സൈഡിൽ ഇതൊക്കെ ആക്കുകയാണെങ്കിൽ ഇതാണ് ഒരു പയ്യൻ വരുന്നുണ്ട്. അപ്പം ശരി എന്നാൽ ഓക്കെ.